നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് RRBയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ. അതായത് നമ്മുടെ റീജിയണൽ റൂറൽ ബാങ്കിൻ്റെ 14ാമത്തെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൽ നോട്ടിഫിക്കേഷനകത്ത് വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസർ സ്കെയിൽ 1, 2, 3യും അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് മൾട്ടിപർപ്പസ് ഈ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ IBPS POയുടെ അല്ലെങ്കിൽ SBI POയുടെ ആ ലെവലുള്ള അതേ ലെവലുള്ള കാര്യങ്ങളാണ് ഈ ഓഫീസേഴ്സ് സ്കെയിൽ 1, 2, 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ക്ലറിക്കൽ പോസ്റ്റ് ഉണ്ടല്ലോ, ബാങ്കിൻ്റെ ക്ലറിക്കൽ പോസ്റ്റ്, അതിനെയാണ് നമ്മൾ ഇവിടെ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പേര് കണ്ടിട്ട് അത് LGS ആണെന്ന് വിചാരിക്കേണ്ട, പ്യൂൺ പോസ്റ്റ് ആണെന്ന് വിചാരിക്കേണ്ട, അങ്ങനല്ല, അത് ക്ലറിക്കൽ പോസ്റ്റാണത്. ഓക്കെ, അപ്പം അതിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ ഈ നോട്ടിഫിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് തുടങ്ങുന്നത് 1/9/2025 തൊട്ടാണ് തുടങ്ങുന്നത്. അതായത് ഈ മാസം തുടക്കം തൊട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ആഴ്ച സമയമുണ്ട്. 21/9/2025 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയവും അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്കും ഇതിനകത്ത് ബാക്കി എക്സാമിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഓൺലൈൻ എക്സാം, പ്രിലിമിനറിയുടെ ഓൺലൈൻ എക്സാം എന്ന് പറയുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ടാണ് നടക്കുക. ഓക്കെ, അത് ഓഫീസ് സ്കെയിലാണെങ്കിലും ശരി, ഓഫീസ് അസിസ്റ്റൻ്റ് ആണെങ്കിലും ശരി, രണ്ടാണെങ്കിലും ശരി, ഈ നവംബർ ഡിസംബർ മാസങ്ങളായിട്ടാണ് എന്ത് ചെയ്യുക, പ്രിലിംസിൻ്റെ എക്സാം നടക്കുക. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് തൊട്ടടുത്ത മാസം തന്നെ അല്ലെങ്കിൽ ഡിസംബറിൽ തന്നെ എന്തുണ്ടാവും, മെയിൻസിൻ്റെ എക്സാമും ഉണ്ടാവും. അതായത് മെയിൻസിൻ്റെ എക്സാമിന് ഡിസംബറിലും ഫെബ്രുവരിയിലും ഡേറ്റ് കിടപ്പുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഇതിനകത്ത് റിസൾട്ട് എന്താണ് തൊട്ടടുത്ത മാസം തന്നെ, അതായത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസങ്ങളായി 2026 തുടക്കത്തിൽ തന്നെ എന്തുണ്ടാവും, റിസൾട്ടും ഉണ്ടാവും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 മാസം കൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്ത് അപ്പോയിൻമെന്റ് ഓർഡർ കൈ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു പേജിൽ ഇതിന്റെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/9/2025 ബേസ് ചെയ്തിട്ടാണ്. അതായത് ഗ്രൂപ്പ് B പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് ആ പോസ്റ്റിലേക്കാണ്, ക്ലറിക്കൽ പോസ്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ 28 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. അതായത് 1997 9-ാം മാസം 2-ാം തീയതിക്ക് ശേഷവും 2007 9-ാം മാസം 1-ാം തീയതിക്ക് മുമ്പും ഈ 2 ഡേറ്റും ഉൾപ്പെടെ ഇടയ്ക്ക് ജനിച്ച ആൾക്കാരാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ക്ലറിക്കൽ പോസ്റ്റിലേക്ക്, അതായത് ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഗ്രൂപ്പ് A ഓഫീസർ, അതായത് നമ്മുടെ ഈ ഓഫീസർ സ്കെയിൽ 1, ഓഫീസർ സ്കെയിൽ 2, ഓഫീസർ സ്കെയിൽ 3, അതായത് അസിസ്റ്റന്റ് മാനേജർ, മാനേജർ, സീനിയർ മാനേജർ ഈ പോസ്റ്റുകളിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓഫീസർ സ്കെയിൽ 1 ആണെന്നുണ്ടെങ്കിൽ 30 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത്. ഓഫീസർ സ്കെയിൽ 2 ആണെന്നുണ്ടെങ്കിൽ 32 വയസ്സും, ഓഫീസർ സ്കെയിൽ 3 ആണെന്നുണ്ടെങ്കിൽ 40 വയസ്സ് വരെയും എന്തുണ്ട്, ഏജ് ലിമിറ്റ് പറയുന്നുണ്ട്. അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 95/9/2 വരെയും, പിന്നെ ഇതാണെന്നുണ്ടെങ്കിൽ 93/9/2 തീയതി അകവും, പിന്നെന്താണ് ഇവിടെ ആകുമ്പോഴത്തേക്കും 1985 അതുതൊട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഏജ് റിലാക്സേഷൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. അതായത് SC/ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷവും, OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് 3 കൊല്ലവുമാണ് ഏജ് റിലാക്സേഷൻ ഉള്ളത്. അതായത് ഈ ഏജ് ലിമിറ്റ് അപ്ലൈ ആവുന്നത് അപ്പർ ഏജ് ലിമിറ്റിലാണ്. അതായത് ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ 28 ജനറൽകാരുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ SC/ST ആണെന്നുണ്ടെങ്കിൽ 28+5 33 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ഓഫീസർ സ്കെയിൽ 1 ആണെന്നുണ്ടെങ്കിൽ 30+5 35 വയസ്സ് വരെ എഴുതാനായിട്ട് പറ്റും. ഇനി OBC ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലമാണ് അപ്പർ ഏജിൽ റിലാക്സേഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് 28+3 31 വയസ്സ് വരെ, 30+3 33 വയസ്സ് വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പേജിൽ ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അതായത് ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ്, അതായത് ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡിഗ്രി മതിയാവും. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനറി ഫ്രം ദി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ഡിഗ്രി മതിയാകും. അതുപോലെ തന്നെ പിന്നെന്തുണ്ടാവും, ലോക്കൽ ലാംഗ്വേജിൽ എന്തുണ്ടാവണം, പ്രൊഫഷ്യൻസി ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടറിൽ ഉള്ള നോളജിനെ പറ്റിയും അവർ പറയുന്നുണ്ട്. അപ്പം ഓഫീസ് അസിസ്റ്റന്റ് അതായത് ക്ലറിക്കൽ പോസ്റ്റിലേക്കുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇത്രയാണ് പറയുന്നത്. വെറും ഒരു ഡിഗ്രി മതിയാവും. അതിപ്പം BA ആണെങ്കിലും BSc ആണെങ്കിലും BTech ആണെങ്കിലും വിഷയമില്ല. ഇനി ഓഫീസർ സ്കെയിൽ 1 ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതായത് അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നാണ് പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞ അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ഈ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ, മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി മാനേജ്മെൻറ്റ്, ലോ, എക്കണോമിക്സ് ഓർ അക്കൗണ്ടൻസി ഇത്രയും പഠിച്ച ആൾക്കാർക്ക് ഒരു
പ്രിഫറൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് പഠിക്കണം നിർബന്ധമൊന്നുമില്ല, ഒരു പ്രിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും ഒരു പരിഗണന കിട്ടും, അത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്കും ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നു പറയുന്നുണ്ട്, അതുപോലെ തന്നെ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ എന്നും പറയുന്നുണ്ട്. മുമ്പ് ഒരു വീഡിയോക്കകത്ത് നമ്മൾ വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ വീഡിയോ കാണുക ഡൗട്ടുള്ള ആൾക്കാർ. ഇനി ഓഫീസർ സ്കെയിൽ 2 പോകുമ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക, ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം ദി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ നിന്നാണ് ഒരു മിനിമം മാർക്കിനെ പറ്റി പറയുന്നുണ്ട്. 50% മാർക്ക് എങ്കിലും മിനിമം നമ്മൾ വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ പ്രിഫറൻസ് വിൽ ബി ഗിവൺ ടു ദി കാൻഡിഡേറ്റ് ഹാവിംഗ് ഡിഗ്രി ഇൻ ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി ആൻഡ് ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ് ആൻഡ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, പിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി, മാനേജ്മെന്റ്, ലോ, എക്കണോമിക്സ് ആൻഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നുണ്ട്. അത് കൂടാണ്ട് 2 year ആസ് ആൻ ഓഫീസർ ഇൻ എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അവിടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസും കൂടെ അവിടെ ചോദിക്കുന്നുണ്ട്. തൊട്ട് മുമ്പിലത്തെ പോസ്റ്റിന്, അതായത് അതിന് എക്സ്പീരിയൻസും ചോദിക്കുന്നില്ലായിരുന്നു. അതായത് ഓഫീസർ അസിസ്റ്റന്റ് ആണെങ്കിലും ശരി, ഓഫീസർ സ്കെയിൽ 1 ആണെങ്കിലും ശരി, അതിന് വർക്കിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ആ സൈഡ് നമ്മൾ സേഫ് ആയിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ 2 കൊല്ലത്തെ എന്താണ് ബാങ്കിലോ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണമെന്നവർ പറയുന്നുണ്ട്. ഇനി ഓഫീസർ സ്കെയിൽ 2 ആണെങ്കിലും അതിൽ സ്പെഷ്യലിസ്റ്റ് മാനേജർ അതിലാണെങ്കിലും എന്താണ് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത പേജിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഓഫീസർ സ്കെയിൽ 3 ക്വാളിഫിക്കേഷൻ കാണും. അതിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിനറി ഫ്രം ദി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റി നമുക്ക് എന്ത് മതിയാകും, ഡിഗ്രി എടുത്താൽ മതിയാകും. പക്ഷേ അവിടെയും എന്താണ് ഒരു മിനിമം 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് എന്ന് വേണമെന്ന് പറയുന്നുണ്ട്. എവിടെയാണ്, ബാങ്കിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനകത്തോ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ട് എങ്കിൽ ഈ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കും അതുപോലെ തന്നെ ഓഫീസർ സ്കെയിൽ 1 എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 കൊല്ലം ആണെന്നുണ്ടെങ്കിൽ അതാണ് ഓഫീസർ സ്കെയിൽ 2 5 കൊല്ലത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫീസർ സ്കെയിൽ 3 എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇതിലേക്ക് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക. കാരണം കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കുറവായതുകൊണ്ട് കോമ്പറ്റീഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ഉറപ്പായിട്ട് അപ്ലൈ ചെയ്യുക, ജോലി കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഫീയുടെയും മറ്റും കാര്യങ്ങളും പറയുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം വരുമ്പോഴത്തേക്കും നോക്കുക, ഓഫീസർ സ്കെയിൽ 1, 2, 3 ആണെന്നുണ്ട് എങ്കിൽ നമുക്ക് സാധാ കാൻഡിഡേറ്റിന് 850 രൂപയാണ് ഫീസ് വരുന്നത്. ഇത് GST ഉൾപ്പെടെയുള്ള പേയ്മെന്റ് ആണ്. ഇനി SC ST PWD കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 175 രൂപയുമാണ് എന്തായിട്ട് ഫീസായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് പോസ്റ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ അതേ ഫീസ് തന്നെയാണ് വരിക. അതായത് എല്ലാ കാൻഡിഡേറ്റ്സിനും 850 രൂപ ഫീസ് വരും. SC ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് വരും, 175 രൂപയും എന്തായിട്ട് വരുന്നുണ്ട്, ഫീസായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി എക്സാമിന്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് അടുത്ത ഒരു പേജിൽ കിടക്കുന്നത്. എക്സാമിന്റെ സ്ട്രക്ചറിനകത്ത് പ്രിലിംസ് എക്സാമിനകത്ത് നമുക്ക് 2 പേപ്പർ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് 2 പേപ്പർ? ഒന്ന് വന്നിട്ട് റീസണിംഗ് ഉണ്ട്, പിന്നെ വന്നിട്ട് ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ മറ്റേ പ്രിലിംസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ SBI ആണെങ്കിലും IBPS ആണെങ്കിലും അവിടെ 3 ഉണ്ടായിരുന്നു അല്ലേ? ഏതൊക്കെയുള്ള റീസണിംഗ് ഉണ്ട്, മാത്സ് ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് എന്താണ് ഒഴിവാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, റീസണിങ്ങും ഈ ന്യൂമറിക്കൽ എബിലിറ്റി അതായത് മാത്സും മാത്രമേ ഉള്ളൂ. അപ്പം ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40 ക്വസ്റ്റ്യൻ ഈച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റിനും ഓരോ മാർക്ക് വെച്ചിട്ട് എന്തുണ്ട്, 40 മാർക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ സെക്ഷൽ ടൈമിംഗ് ഉണ്ട്. ആദ്യത്തെ റീസണിങ് ചെയ്യാനായിട്ട് 25 മിനിറ്റ് സമയവും, ഇനി മാത്സ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് 20 മിനിറ്റ് സമയമുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 45 മിനിറ്റ്, 3/4 മണിക്കൂർ സമയമാണ് പ്രിലിമിനറി എക്സാമിന് സമയമായിട്ടുള്ളത്. അതിൽ 80 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 80 മാർക്കും ഉണ്ടാവും. ഓക്കെ, ഇത് തന്നെ ഇതേ സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓഫീസർ സ്കെയിൽ 1 വരിക. മാത്സും ഉണ്ട്, റീസണിംഗ് ഉണ്ട്. അതിലും 40 ക്വസ്റ്റ്യൻ വെച്ചിട്ട് 40 മാർക്ക് വെച്ചിട്ട് 80 ക്വസ്റ്റ്യൻ 80 മാർക്ക്. ടൈമിംഗ് ഉണ്ട് 25 മിനിറ്റും 20 മിനിറ്റും കൂടെ ചേർത്ത് 45 മിനിറ്റാണ് എന്ത് ചെയ്യുന്നത്, അതിന് സമയവും വരുന്നത്. ഇനി ബാക്കി മെയിൻസിൻ്റെ എക്സാമിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിലിമിനറി എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് മെയിൻസിൻ്റെ എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻസിൻ്റെ എക്സാമിൻ്റെ സിലബസിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ റീസണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഉണ്ടാവും, ജനറൽ അവയർനെസ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ട്, അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജ്, പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി. ഇത്രയുമാണ് അവിടെ സബ്ജക്റ്റ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അതിനകത്ത് നോക്കിക്കേ, എല്ലാത്തിനും 40 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ റീസണിംഗ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ജനറൽ അവയർനെസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും 40 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണുള്ളത്. പക്ഷേ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോഴത്തേക്കും ചെറിയ വ്യത്യാസമുണ്ട്. അതായത് റീസണിങ്ങിന് 40 ക്വസ്റ്റ്യൻ ഉണ്ടാകും, പക്ഷേ 50 മാർക്കിനാണ് നടക്കുന്നത്. അതിന് അരമണിക്കൂർ സമയമാണ് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അവർ നമുക്ക് തരിക. ഇനി അതുപോലെ കമ്പ്യൂട്ടർ നോളജ് വരുമ്പോഴത്തേക്കും 40 ക്വസ്റ്റ്യൻ ഉണ്ടാവുമെങ്കിലും പകുതി മാർക്ക് വെച്ചാണ്
അതായത് 20 മാർക്കിനാണ് എക്സാം നടക്കുക. ഓരോ ക്വസ്റ്റിന് 1/2 മാർക്ക് വെച്ചിട്ട് 20 മാർക്കിന് എക്സാം നടക്കുക. 15 മിനിറ്റ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ തരിക. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് ആണെന്നുണ്ടെങ്കിൽ 40 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിട്ട് 40 മാർക്കും ഉണ്ടാവും. അതിനുള്ള സമയം പറഞ്ഞിരിക്കുന്നത് 15 മിനിറ്റ് ആണ്. ഇനി ഇംഗ്ലീഷിലേക്ക് നമ്മൾ വരുമ്പോഴും അതുപോലെ തന്നെയാണ്. 40 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 40 മാർക്ക് ഉണ്ടാവും. മൊത്തം 1/2 മണിക്കൂർ സമയമാണ് ഇംഗ്ലീഷിലേക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ടാവുക. പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റി മാത്സിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് റീസണിങ് പോലെ തന്നെയാണ്. 40 ക്വസ്റ്റ്യനേ ഉള്ളൂ, പക്ഷേ 50 മാർക്ക് ഉണ്ടാവും. അതിന് സമയം വന്നിട്ട് 30 മിനിറ്റ് സമയം ഉണ്ടാവും. അങ്ങനെ 200 ചോദ്യങ്ങളുണ്ടാവും. 200 മാർക്കിനാണ് എക്സാം നടത്തപ്പെടുക. 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറാണ് എക്സാമിൻ്റെ ഡ്യൂറേഷനായിട്ട് വരിക. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഓഫീസർ സ്കെയിൽ 1ൻ്റെ മെയിൻസിൻ്റെ എക്സാം നോക്കുവാണെങ്കിലും ഇതേ പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് മാത്സ്, റീസണിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇത്രയും സബ്ജക്റ്റ് ഉണ്ടാവുക. അത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും ഇതേപോലെ തന്നിട്ടുണ്ട്. കൗണ്ട് അതേ കൗണ്ട് തന്നെയാണ് വരിക. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് 200 മാർക്കിനാണ് എക്സാം നടത്തുക. സെക്ഷൽ ടൈമിംഗ് തന്നിട്ടുണ്ട്. അതും നമ്മൾ ഒരേപോലെയാണ് ടൈമിംഗ് തന്നിരിക്കുന്നത്. ടോട്ടൽ ടൈമിംഗ് ഓഫ് 120 മിനിറ്റ്, അതായത് 2 മണിക്കൂറിനാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ഇനി അടുത്ത പേജിൽ ഓഫീസർ സ്കെയിൽ 2 അതിൻ്റെ തന്നിട്ടുണ്ട്. മെയിൻസ് എക്സാമിൻ്റെ പാറ്റേൺ തന്നിട്ടുണ്ട്. റീസണിങ്, കമ്പ്യൂട്ടർ, ഫിനാൻഷ്യൽ അവയർനെസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ലാംഗ്വേജ് ഉണ്ടാവും. അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ മാത്സിനകത്ത് വരുന്നത് തന്നെയാണ്. അതിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെ മൊത്തം 200 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 200 മാർക്കിന് നടത്തുക. നേരത്തെ പോലെ 2 മണിക്കൂർ സമയം തന്നെയാണ് അതിനും ഉണ്ടാവുക. ഇനി സ്കെയിൽ 2ൻ്റെ സ്പെഷ്യലിസ്റ്റ് കേഡറാണെന്നുണ്ട് എങ്കിൽ എന്തുണ്ടാവും, ഇതിൽ മറ്റത് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു പ്രൊഫഷണൽ നോളജ് എന്ന് പറഞ്ഞൊരു പേപ്പറും കൂടെ ഉണ്ടാവും. അതായത് ഏതിലാണോ ഉള്ളത് അതിൻ്റെ പ്രൊഫഷണൽ നോളജിൻ്റെ എക്സാം ഉണ്ടാകും. അത് 40 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 40 മാർക്കിനായിരിക്കും എക്സാം നടത്തുക. അപ്പോൾ ആ ഒരു പേപ്പർ അഡീഷണൽ ഉണ്ടാവും. ബാക്കിയുള്ള റീസണിങ് ആണെങ്കിലും ഫിനാൻഷ്യൽ അവയർനെസ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും മാത്സ് ആണെങ്കിലും എല്ലാം ബാക്കി നമ്മൾ സ്ഥിരം പഠിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടാവുക. മറ്റത് പ്രൊഫഷണൽ നോളജും കൂടെ ഇതിൻ്റോടൊപ്പം അഡീഷണൽ ആയിട്ട് ഉണ്ടാകും. ഓക്കെ, ഇനി നമ്മൾ ഓഫീസർ സ്കെയിൽ 3ലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ റീസണിങ്, കമ്പ്യൂട്ടർ, ഫിനാൻഷ്യൽ അവയർനെസ്, ഇംഗ്ലീഷിന് പിന്നെന്തുണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ഇത്രയുമാണ് ഉണ്ടാവുക. 200 ക്വസ്റ്റ്യൻ, 200 മാർക്കിന് 120 മിനിറ്റ് സമയത്തേക്കാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ഇനി മറ്റൊരു പേജിൽ ഇതിൻ്റെ തേർഡ് ഫേസായ ഇൻ്റർവ്യൂവിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഓഫീസർ സ്കെയിലുള്ള പോസ്റ്റുകളിലേക്ക് മാത്രമേ എന്തുണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും. അതായത് ഈ മൾട്ടി ടാസ്കിങ് ഓഫീസ് അസിസ്റ്റൻറ്റ് ആ പോസ്റ്റിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. അതിൽ മെയിൻസിൻ്റെ മാർക്കിനനുസരിച്ചിട്ടാണ്, മെയിൻസ് എക്സാമിൻ്റെ മാർക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇനി ഇതിലേക്ക് വരുമ്പോൾ ഓഫീസർ സ്കെയിലിലേക്ക് വരുമ്പോഴത്തേക്കും മെയിൻസിൻ്റെ മാർക്ക് വെച്ചിട്ട് അവർ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും. ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ മാർക്കും കൂടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ നമ്മുടെ PDF-നകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ ടെലഗ്രാം ചാനൽ മെമ്പർ ആവുക. അതിന് PDF ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതിയാകും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 21-ാം തീയതിയാണ്. ഈ 21-ാം തീയതിക്ക് മുമ്പേ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. പഠിച്ചു തുടങ്ങുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഈ വരുന്ന എല്ലാ എക്സാംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ പാറ്റേണും ഒരേ സിലബസും കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു എക്സാമിന് പഠിക്കുവാണെന്നുണ്ടെങ്കിൽ വരുന്ന എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.